എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പാടുപെടുന്ന, അതായത് പണി കിട്ടാണ്ട് പാടുപെടുന്ന കുറെ ഫ്രണ്ട്സിനെ എനിക്ക് പേഴ്സണലി അറിയാം. അതിന്റെ അതിലൊരുത്തന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പോ എന്താ സംഭവം ചോദിച്ചാൽ, ഓനക്ക് പണിയെടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതൊക്കെ പായതാണ്. അതായത് എത്ര പഠിച്ചിട്ട് ജോലി കിട്ടില്ല. അതിന് ഓന് ആരോ പറയണ കേട്ട ഒരു കോഴ്സിനിട്ട് ചേർന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നത് ഇതൊന്നും മെച്ചം വരാൻ പോണില്ല ഇങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ മാഷാ അല്ലാഹ് അവന്റെ ഇപ്പോ കരിയറും കാര്യങ്ങളൊക്കെ സെറ്റാണ്, ലൈഫ് സെറ്റിലായി. ആളിപ്പോ ഒരു ബിം എഞ്ചിനീയർ ആണ്. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഒന്നേ പറയാനുള്ളൂ, ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാതെ ഈ നമുക്ക് ഈ ഫ്യൂച്ചറിലോട്ട്, അതായത് ഫ്യൂച്ചറിലോട്ട് ഡിമാൻഡ് ഉള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാതെ. അപ്പോ ഈ ഒരു ഡിമാൻഡ് ഉള്ള ഫീൽഡ് എന്ന് പറയുന്നത് ഈ ബിം എന്നുള്ള ഒരു ടൂളാണ്. അതായത് ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗ്. ഇതൊക്കെ മേടിച്ച് നമ്മുടെ കരിയർ ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡാണ് വരിക. പക്ഷെ എന്ത് ചെയ്യണ്ട, സൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ചോദിച്ചാല്, അതായത് ഇപ്പൊ ഈ ഡിമാൻഡുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ക്ലാസ് കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച എക്സ്പീരിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള, അതായത് അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ദെൻ ഈ ബിമ്മില് ടോപ്പ് എക്സ്പീരിയൻസ് ഉള്ള ഈ മാനേജേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കോഴിക്കോടുള്ള AICR സ്കിൽസ് വരുന്നത്. ഓക്കെ, ഇവർ നമ്പർ 1 ആണ് നമ്മളെ ഈ ബിം ഫീൽഡില്, അതായത് ബിൽഡിംഗ് ഇൻഫോർമേഷൻ മോഡലിംഗില്. ഓക്കെ, ഡിമാൻഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ചൂസ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ.